നമ്മൾ കസ്റ്റമേഴ്സിന്റെ സൈഡിൽ നിന്ന് വരുന്ന മെയിൻ കംപ്ലൈന്റ് ആണ് ഡ്രസ്സിൽ ഫംഗസ് ആവുക, കരിമ്പൻ അടിക്കുക. ഒറ്റത്തവണ യൂസ് ചെയ്തിട്ടുള്ളൂ, പിന്നെ യൂസ് ചെയ്യുമ്പോഴേക്കും ഡ്രസ്സിൽ ഫംഗസ് ആയി എന്നുള്ളത്. ഈ ഒരു സംശയം നിങ്ങൾക്കും ഇല്ലേ? നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഫാബ്രിക്സ് എന്ന് പറയുന്നത് ജോർജറ്റും കോട്ടണും. അതേപോലെ തന്നെ ഈ ഒരു ഫംഗസ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതും ഈ രണ്ട് ഫാബ്രിക്സിൽ തന്നെയാണ്. ഇതിന്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. വാഷ് ചെയ്ത ഡ്രസ്സ് വാഷറിൽ തന്നെ വെക്കുക. അതുപോലെ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സ് വാഷ് ചെയ്യാണ്ട് ഫോൾഡ് ചെയ്ത് ഷെൽഫിൽ വെക്കുക. അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അതായത് അടച്ചുപൂട്ടിയിരിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ഡ്രസ്സുകൾ എടുത്ത് വെക്കുക. അതേപോലെ കാറ്റും വെളിച്ചമൊന്നും കയറാത്ത എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മുടെ ഡ്രസ്സുകൾ കുറേ കാലം വെക്കുമ്പോൾ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ വുഡൻ ഷെൽഫുകളിലൊക്കെ ഡ്രസ്സുകൾ വെക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഫംഗസുകൾ ഉണ്ടാകുന്നത്. ഇതെങ്ങനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാം? പ്രോപ്പറായിട്ട് ക്ലോത്ത്സ് ഡ്രൈ ചെയ്ത് എടുത്ത് വെക്കുക. അതേപോലെ സൺഷീറ്റ് അടിക്കുന്നിടത്ത് നമ്മുടെ ഫാബ്രിക് വിരിച്ചിടുക. അതേപോലെ നമ്മുടെ ഈർപ്പം തട്ടെടുത്തേക്ക് ഫാബ്രിക് എടുത്ത് വെക്കുക എന്നൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ ഇത് പ്രിവെന്റ് ചെയ്യാനായിട്ട് സിലിക്ക ജെൽ പോലെയുള്ള മോയ്സ്ചർ അബ്സോർബർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഫംഗസ് വരാനുള്ള റീസൺസും അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി.